ഞാൻ കുറുപ്പായിരുന്നു തുടങ്ങിയത്. കുറച്ച് ദുൽഖർ സൽമാന്റെ ദുൽഖർ അതില് ഓഡീഷൻ വഴി കയറി. പിന്നെ കുറച്ച് സിനിമകള് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം കുറുപ്പിലെ തന്നെ ചീഫ് അസോസിയേറ്റ് ആണ് പേരലൂരിന്റെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ നേരെ പേരലൂരിലേക്ക് വന്നു. കുറുപ്പില് നമ്മള് ദുൽഖർ സൽമാൻ കുറുപ്പ് ബാക്ക് ടു ബാക്ക് ആണ് അതന്നെ കുറുപ്പ് സുകുമാര കുറുപ്പ് രണ്ട് കുറുപ്പിലുണ്ട്. രണ്ട് കുറുപ്പിലുണ്ട്. ഭാഗ്യമുള്ള നമുക്ക് ദുൽഖർ സൽമാനെ കൊണ്ടുവരായിരുന്നു സുകുമാര കുറുപ്പായിട്ട് ഒരു ക്യാമിയോ ഇല്ലെന്ന് നമ്മള് പറഞ്ഞില്ല. അത് ശരിയാണല്ലോ, അതും പറഞ്ഞിട്ടില്ല. ചിലപ്പോ വരാലല്ലേ. കണ്ടോ കണക്ഷൻ, കുറുപ്പിന്റെ കണക്ഷൻ യൂണിവേഴ്സ് ആക്കാൻ പറ്റിയൊരു കണക്ഷനും ഉണ്ട്. നമ്മള് 4-5 പേരാണെങ്കിലും എല്ലാവർക്കും വേറെ ഒരു ലുക്സും വേറെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ഹൈറ്റ് തന്നെ ഞാൻ 5 സംതിങ്ങേ ഉള്ളൂ, 7-8 അടുപ്പിച്ചുണ്ട്. അപ്പോൾ എല്ലാം നമ്മളെ മാനറിസം ആണെങ്കിൽ എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. അതൊക്കെ നമ്മളെ കോഫി ഷോപ്പിന്റെ ഓണറാണ്. ബാക്കി 4 മണ്ടന്മാരാണ്. ഞാനിവൻ ഋഷനും അത് അബൂക്ക് പിന്നെ റിയലൈസ് ചെയ്ത അബൂക്കൊക്കെ അറിയാം. അബൂക്കൊക്കെ ഓൾറെഡി അത് അറിയാം. ആദ്യം കുറെ വേറെ പേരുകൾ ഉണ്ടായിരുന്നു. ടഗ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടഗ്സ് ഓഫ് സുകുമാരൻ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഷെബിയങ്കൾ ഈ പേരിലോട്ട് ഡെസിഷനിലും വന്നത്. അത് ഇപ്പൊ വന്നതെന്ന് വെച്ചാൽ നമ്മളെ യങ്സ്റ്റേഴ്സ് കാരണം തന്നെയാണ്. ബിക്കോസ് യങ്സ്റ്റേഴ്സ് ആണല്ലോ ഓരോ പടങ്ങൾ പോയിട്ട് ഇപ്പം ബ്രോ ഇപ്പോൾ ഒരു 10 റിവ്യൂ ഒരു പടത്തിനെ പറ്റി ഇടുമ്പം ബ്രോയിൻ്റെ ആയ ഫാൻസ് ഉണ്ട്. ബ്രോന് അതില്ലെന്ന് പറയാൻ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ ബ്രോ പറയുന്നത് അവർ കേൾക്കോളൂ. സെപ്റ്റംബർ 13 റിലീസാവുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയിലെ നായകന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാസ്റ്റിക് മീഡിയ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അതൊക്കെ സുഖമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. അതല്ലേ ഫസ്റ്റ് നായകനായിട്ടുള്ള സിനിമ? അന്ന് പറഞ്ഞ ഓർക്കുക തന്നെയാണ്. അപ്പോൾ അതിനുശേഷം അഭിനയിച്ച സിനിമയാണിത്. ചേട്ടാ അതിനുശേഷം റജിന എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. പിന്നെ എന്നിൻ്റെ മൊയ്തീൻ ഡയറക്ടർ മറ്റേ RS വിമലങ്ങളെ സെക്കൻഡ് ഫിലിമായ ശശിയും ഷൗന്ദ്രം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തായിരുന്നു. അത് ഷൈൻ സിദ്ദിഖേട്ടൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് തേർഡ് ഫിലിം എന്ന് പറയുന്നത് ഇതാണ്. തേർഡ് ഫിലിമാണ്. അതിനുശേഷം ഉള്ള തേർഡ് ഫിലിം ഇതാണ്. അതിന് മുന്നേ 2-3 ഫിലിംസ് ചെയ്തായിരുന്നു. മെയിൻ അമൃത TV സൂപ്പർ ഡാൻസർ ജൂനിയർ 3 ഫൈനലിസ്റ്റ് ആയിരുന്നു. ഡാൻസിന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് ഇതിനകത്തേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? ഇതിൻ്റെ അകത്ത് കാസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ചേട്ടാ കാക്കിപ്പടം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. അപ്പം ഷെബിയങ്കള ഫിലിം തന്നെയാണ് ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും. അപ്പം ഷിബി ചാവക്കാടങ്കള 4 ഫിലിംസാണ് പുള്ളിക്കാരൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ ഫേമസ് പടമായിരുന്നു. പിന്നെ സെക്കൻഡ് പടം ആണ് 3 റസറുകൾ എന്ന് പറഞ്ഞിട്ട് റോഷൻ ബഷീർ ചേട്ടൻ്റെ ഫിലിമായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തെറ്റില്ല, ഡയറക്ടർ നേരത്തെ പരിചയം എന്ന് വെച്ചാൽ ഷിബിങ്ങളൊരു ഫാമിലി പേഴ്സൺ പോലെയാണ്. മീനിങ് പീപ്പിൾ ഐ നോ ലൈക്ക് ഒരു ഗുഡ് ഹാർട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ബിക്കോസ് ലൈക്ക് നമ്മളറിയാമെന്നും പറഞ്ഞ് നമുക്ക് ചാൻസ് തരണമെന്നില്ല. ഇപ്പം പക്ഷേ അങ്കിള് ചെയ്യുന്ന എല്ലാ പടത്തിലും എവിടെയെങ്കിലും ഒരു വേഷം എനിക്ക് ബാക്കി 2 ഫിലിമിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഈ ഫിലിമിൽ പക്ഷേ മെയിൻ കഥാപാത്രം തന്നെയാണ്. മീനിങ് നമ്മൾ ഞാൻ വൈഷ്ണവ്, പിന്നെ റുഷിൻ, അബു സലീമിക്കയുടെ ഗ്യാങ്. അബു സലീമിക്കയുടെ ഗ്യാങ്. അത് വേറെ രീതി പറയുമ്പോഴാണ് സുകുമാരക്കുറുപ്പ് ആൻഡ് ഗ്യാങ് എന്ന് പറയുന്നത് സെയിം. ബ്രോ എങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ്? ഞാൻ പേരലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ സീരീസ് അറിയായിരുന്നു. ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് തന്നെ നേരിട്ട് വിളിച്ചാണ് അവര്. ആ ഒരു സീരീസ് കാരണം ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഏതൊക്കെ വർക്ക്സ് ആണ് ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് ഞാൻ കുറുപ്പായിരുന്നു തുടങ്ങിയത്. കുറച്ച് ദുൽഖർ സൽമാന്റെ ദുൽഖർ അതില് ഓഡീഷൻ വഴി കയറി. പിന്നെ കുറച്ച് സിനിമകള് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വർക്ക് ചെയ്തു. അതിനുശേഷം കുറുപ്പിലെ തന്നെ ചീഫ് അസോസിയേറ്റ് ആണ് പേരലൂരിന്റെ ഡയറക്ടർ. അപ്പൊ അങ്ങനെ നേരെ പേരലൂരിലേക്ക് വന്നു. കുറുപ്പില് നമ്മൾ ദുൽഖർ സൽമാൻ കുറുപ്പ് ബാക്ക് ടു ബാക്ക് ആണ് അതന്നെ കുറുപ്പ് സുകുമാരക്കുറുപ്പ് 2 കുറുപ്പിലുണ്ട്. 2 കുറുപ്പിലുണ്ട്. ഭാഗ്യമുള്ള നമുക്ക് ദുൽഖർ സൽമാനെ കൊണ്ടുവരായിരുന്നു സുകുമാരക്കുറുപ്പായിട്ട് ഒരു ക്യാമിയോ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. അത് ശരിയാണല്ലോ, അതും പറഞ്ഞിട്ടില്ല. ചിലപ്പോ വരാലോ. കണ്ടോ കണക്ഷൻ
കുറുപ്പിന്റെ കണക്ഷൻ യൂണിവേഴ്സ് ആക്കാൻ പറ്റിയൊരു കണക്ഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ്? സിനിമയുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് സംസാരിച്ചില്ല ബ്രോ, ഇതേപോലെയായിരുന്നു. ഷോട്ട് വെക്കുന്നു, ശിവങ്ങള് പറയുന്നു ലൈക്ക് ഇതാണ് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതാണ് ഒരു മൂഡ്, അതിനനുസരിച്ച് ഡെലിവറി ചെയ്ത് പോവാ. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്ത് നമ്മൾ 4-5 പേരാണെങ്കിലും എല്ലാവർക്കും വേറെ ഒരു ലുക്സും വേറെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പം ഹൈറ്റ് തന്നെ ഞാൻ 5 സംതിങ്ങേ ഉള്ളൂ, 7-8 അടുപ്പിച്ചുണ്ട്. അപ്പോൾ എല്ലാ നമ്മളെ മാനറിസം ആണെങ്കിൽ എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം എല്ലാവർക്കും അവരായ ഒരു സ്റ്റൈൽ ബേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഫിലിമിൽ ഇപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു ഔട്ട്പുട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൊക്കേഷൻ ഒക്കെ വരുന്ന സിനിമയുടെ മൊത്തത്തിൽ ട്രിവാൻഡ്രത്തെ കഥയാണോ പറയുന്നത് ശരിക്കും? ട്രിവാൻഡ്രത്തെ കുറിച്ചല്ല, ട്രിവാൻഡ്രത്ത് ഉള്ള മീനിങ് ട്രിവാൻഡ്രം ആണെന്നുള്ളൊരു മെയിൻ ട്രിവാൻഡ്രം ബേസ് ആണ്, അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു ട്രാക്ക് പാട്ട് ചാവക്കട എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. പിന്നെ അല്ലാതെ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഒരു കോഫി ഷോപ്പ് ടീസറിൽ ഉള്ള ഒരു സംഭവം. ആ കോഫി ഷോപ്പിന്റെ ഓണറാണ് നമ്മുടെ അബൂക്ക, നമ്മളെ കോഫി ഷോപ്പിന്റെ ഓണറാണ്. ബാക്കി 4 മണ്ടന്മാരാണ് ഞാനിവൻ ഋഷനും. അത് അബൂക്ക പിന്നെ റിയലൈസ് ചെയ്ത, അല്ല അബൂക്കയ്ക്ക് അറിയാം, അബൂക്കയ്ക്ക് ഓൾറെഡി അത് അറിയാം. അബൂക്കയുടെ ക്യാരക്ടർ ആണെങ്കിലും അല്ല അത് നമ്മൾ പറയുന്നില്ല, അല്ല അത് നമ്മൾ പറയുന്നില്ല. അല്ല ടീച്ചറിൽ പറയുന്നുണ്ടല്ലോ നമ്മള് കേരളത്തിന്റെ എന്തായിരുന്നു ഇത് ആരെന്ന് ചോദിക്കുമ്പോ പിണറായി വിജയൻ കേരളം കണ്ടുപിടിച്ച അബൂക്ക് സംഭവം വെച്ചാല് ഇപ്പൊ നമുക്ക് ഫുൾ സ്റ്റോറി ലൈൻ അറിയുന്നില്ല ബ്രോ. നമ്മളിപ്പോ വിചാരിക്കുന്നത് കഥയൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ബ്രോ. കഥ നമ്മൾ എന്നാലും ഒരു ത്രെഡില് കേൾക്കും. നമ്മളൊരു ഫുള്ളൊന്നും കേൾക്കാറില്ല, ഫുൾ സ്ട്രെച്ച് കേട്ടിട്ട് ഇപ്പൊ അങ്ങനെ കേൾക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ നമ്മളൊരു ത്രെഡ് ലൈൻ കേട്ടു. ഷിബിയങ്കിള് പിന്നെ വിളിക്കുമ്പോ എന്താണ് ലീഡ് റോൾ അല്ലേ പടത്തിലൂടെ തന്നെ ഒരു ത്രെഡ് പറയുന്നു. പിന്നെ ഷിബിയങ്കിള് ആവുന്നതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ എക്സ്ട്രാ ഭയങ്കരമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. അപ്പം ത്രെഡ് കേട്ടു, ഷൂട്ടിംഗ് സ്റ്റാർട്ടായി. അപ്പം അബു സലിമിക്ക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ തോന്നിയത്? ഒരു മാസ്, ഒരു ഫൈറ്റ്, ഒരു മൂഡാണെന്നാണ് നമ്മള്. പക്ഷെ അവിടെ പോയപ്പോഴും അബൂക്കയുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അബൂക്ക തന്നെ പ്ലേ ചെയ്യുന്നത്. പക്ഷെ പണ്ട് എന്നുള്ളത് മാറ്റം വന്നിട്ടില്ല. അബു സലിമിക്ക് ഇപ്പൊ എന്താണ് നമ്മുടെ അമർ അക്ബർ അന്തോണി തൊട്ട് കോമഡികളിലേക്ക് മാറിയല്ലോ അല്ലേ? പക്ഷെ അതിന്റെ പക്ഷെ നമുക്ക് എപ്പോഴും പഴയ ചൈൽഡ്ഹുഡിലെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സീരിയസ് മാസ് വില്ലൻ ഒക്കെ ആയിട്ട് ആ ഒരു ആളെങ്ങനെയാണ് റിയൽ ലൈഫിൽ എങ്ങനെയാണ്? അടിപൊളിയാണ്. നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ ഭീകര ലുക്ക് ലൈക്ക് ബോഡി സൈസും കാര്യങ്ങൾ അർണോൾഡ്. ഇത് നമ്മുടെ കേരളത്തിലെ അർണോൾഡ് ആണെന്നുള്ളൂ. പക്ഷെ ആറ്റിറ്റ്യൂഡ് വൈസ് എവറിത്തിങ് ഇസ് റിയലി സിമ്പിൾ ഹ്യൂമൻ ബീങ്. ബിക്കോസ് ബോഡി ഫിറ്റ്നസ് ഹെൽത്ത് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കാനേ പോകും. ചോദിച്ചാൽ 1 മാസം പോകും. നമ്മൾ ഉള്ള എല്ലാ ടൈമും വിളിച്ചിട്ട് ഇതാണ് ചെയ്യേണ്ടത്, അതാണ് ഈ ഫുഡ് കഴിക്കും, അത് കഴിക്കണം, വർക്കൗട്ടൊക്കെ ഞാൻ ചോദിച്ചു. അബൂക്ക ഫസ്റ്റ് നമ്മളെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായപ്പോൾ തന്നെ കോഫി ഷോപ്പിൽ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കള്ളം പറയുന്നില്ല. ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത് എഡിറ്റഡ് ആണോ? ഓർമ്മയില്ല. അബൂക്കര 6 പാക്ക് സംഭവം ഫിലിമിലുണ്ട്. ഫിലിമില് നമ്മളെ ഷോപ്പിൽ മറ്റേ വിളക്ക് കത്തിക്കുന്ന ടോപ്പ് ഭാഗത്ത് തന്നെ ഒരു ഫ്രെയിം ചെയ്ത പിക്ചർ വെച്ചിട്ടുണ്ട് അബൂക്കൻ്റെ. ഞാൻ വിചാരിച്ചു ഫോട്ടോഷോപ്പാണ്. ബിക്കോസ് അത്രയും നല്ല നീറ്റ് ക്ലീൻ പാക്സ് ആയിരുന്നു അത് ഫോട്ടോയില്. അല്ല ആൾക്കാരുടെ ടൈറ്റിലേക്ക് ഉള്ളതാണല്ലോ. മിസ്റ്റർ ഇന്ത്യ ഓൾമോസ്റ്റ് 3 times. മിസ്റ്റർ കോഴിക്കോട് അടിച്ചിട്ടുണ്ട്. മിസ്റ്റർ കേരള ഉണ്ടായിരുന്നു. അപ്പം ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ സിനിമയ്ക്ക് വേണ്ടി ചെയ്തായിരിക്കുമല്ലോ. അപ്പം റുഷ്യനും ചെറുതായിട്ട് പറഞ്ഞു എനിക്കും തോന്നുന്നതാണ്. അപ്പം ഞാൻ അബൂക്കരുടെ അടുത്ത് ചോദിച്ചു, അബൂക്ക ഇത് ആ ടൈമിനുള്ള പിക്ചറാണ്. അപ്പം ഞാൻ വിചാരിക്കുമോ ഇനി ചിലപ്പം വല്ല മെഡിസിൻ കോഴ്സോ നാച്ചുറലൊന്നും ആയിരിക്കില്ല. അപ്പോൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ എത്ര മണിക്കൂറാണ് വർക്കൗട്ട് ചെയ്യാൻ എനിക്കറിയാമോ? 6 hours ഒരു ദിവസം അന്നത്തെ കാലത്ത് 6 മണിക്കൂർ. ബിക്കോസ് അന്നത്തെ കാര്യം ജിമ്മും എക്വിപ്മെൻറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അബൂക്കയുടെ ബോഡി അബൂക്ക ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് സിറ്റിംഗ് അറ്റ് ഹോമാണ്. ബിക്കോസ് ഇനി നമ്മളെ ഈ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞില്ലായിരുന്ന മീനിങ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വർക്കൗട്ട് ചെയ്യാനും നമുക്കിപ്പോൾ
മീനിങ് പണ്ടത്തെ കാലം അതില് അതെ അതെ അതെ. അപ്പൊ ഉരുളി അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചാണ് പുള്ളിക്കാരൻ ബോഡി സെറ്റ് ചെയ്തത്. സിനിമയിൽ ഏത് സിനിമയിലും കാണിക്കുന്നുണ്ട്. അന്ന് തൊട്ടേ പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴെന്ന് വെച്ചാൽ മസിൽ മെമ്മറി കാരണം അബൂക്കയ്ക്ക് ഒരു 2 days ജിം വിസിറ്റ് ചെയ്താൽ മതി, തിരിച്ച് ബോഡി അങ്ങ് സെറ്റായി അങ്ങ് പോകും. ബിക്കോസ് അന്ന് വർക്ക് ചെയ്തുകൊണ്ട് സെറ്റാണ്. ഇപ്പൊ യൂത്ത് ആയിക്കാണ് അവാർഡ് കിട്ടിയത്. ഇവിടെ യൂത്ത് നമ്മളാണ്. അപ്പൊ ഈ സിനിമയുടെ പേര് ഒരു വ്യത്യസ്ത ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ആദ്യം കുറെ വേറെ പേരുകൾ ഉണ്ടായിരുന്നു, ടഗ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്, ടഗ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഷെബീങ്കിൾ ഈ പേരിലോട്ട് ഡെസിഷനിലും വന്നത്. പിന്നെ വി ആർ വെരി താങ്ക്ഫുൾ ടു പ്രജീവ് അങ്കിൾ, ബിക്കോസ് പ്രജീവ് അങ്കിളാണ് നമ്മുടെ പ്രൊഡ്യൂസർ. മൂവി പ്രൊഡക്ഷൻ പ്രജീവം മൂവീസിനാണ്. ബിക്കോസ് അങ്കിൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ, ദേ ഡോണ്ട് ടേക്ക് ദ റിസ്ക് ടു ടേക്ക് ന്യൂ കമേഴ്സ്. ഞാൻ ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു, ഇപ്പൊ പുതിയ ആളുകളെ മലയാളികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഷിബി അങ്കിളും പ്രജീവ് അങ്കിളും ഒരു കൊലാബ് കാരണമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മളത്ര മോശക്കാരും അല്ല, നോട്ടബിൾ ക്യാരക്ടേഴ്സ് ആണ് നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്നതാണെങ്കിൽ. ബിക്കോസ് നമ്മളെ കൊണ്ട് രണ്ട് ഷിബി ചേട്ടനാണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ഇൻ ഹൗസ് ടീമുകൾക്കാണെങ്കിലും അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഇപ്പൊ പറഞ്ഞ പോലെ മലയാളത്തിൽ ഒരു സൂപ്പർ സ്റ്റാറുകളുടെ കാലം അല്ലെങ്കിൽ സ്റ്റാർസുകളുടെ കാലം കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പൊ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ സിനിമ കാണാൻ സമയത്ത്. ഇപ്പൊ ഇന്ന ആളാണ് സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നല്ലൊരു കഥയാണെങ്കിൽ കൂടുതൽ ആളുകൾ അതുണ്ട്. ബിക്കോസ് അത് ഇപ്പൊ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് കാരണം തന്നെയാണ്. ബിക്കോസ് യങ്സ്റ്റേഴ്സ് ആണല്ലോ ഓരോ പടങ്ങൾ പോയിട്ട് ഇപ്പൊ ബ്രോ ഇപ്പോൾ ഒരു 10 റിവ്യൂ ഒരു പടത്തിനെ പറ്റി ഇടുമ്പം ബ്രോയിൻ്റെ ആയ ഫാൻസ് ഉണ്ട്. ബ്രോയിന് അതില്ലെന്ന് പറയാൻ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പേര് ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ ബ്രോ പറയുന്നത് അവർ കേൾക്കുള്ളൂ. അപ്പം അതേപോലെ ഇപ്പം നമ്മുടെ മീഡിയ ടീമിലും എല്ലാം യങ്സ്റ്റേഴ്സാണ്. സോ അവരെ കാരണമാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ കയറി വരുന്നുണ്ടെങ്കിൽ ഈ ബ്രോയിനെ പോലത്തെ വേറെ ആൾക്കാരാണ്. ബ്രോയ്ക്ക് എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ്. ഇപ്പോൾ കണ്ടന്റ് നല്ലതാണെങ്കിൽ എന്തായാലും ആളുകൾ കയറുന്നത് തന്നെയാണ്. മലയാളം സിനിമേനെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സിന്റെ പേര് മാത്രം നോക്കി പോയിരുന്നവർ പലരും ഇപ്പോൾ ഡയറക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് പോണവരുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഇഷ്ടംപോലെ പേരുണ്ട്. പണ്ട് കാലത്തിലുണ്ട് ഡയറക്ടേഴ്സ്, ഇന്ന ആളുടെ ഡയറക്ടർ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്. ആരാ ഡയറക്ടർ നോക്കിയിട്ട് സിനിമ ആണെന്നവരുണ്ട്, അല്ലെങ്കിൽ ആരാണ് നടനെന്ന് നോക്കിയിട്ട്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പൊ കണ്ടന്റ് ഇപ്പൊ നല്ലൊരു ഹാർഡ്കോർ സിനിമ ലവേഴ്സ് ഇപ്പം സിനിമാറ്റോഗ്രാഫി കണ്ടിട്ട് വരെ പോകുന്നു. അതെ, DOP ആരാന്ന് നോക്കും. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ആ സിനിമയിൽ വർക്ക് ചെയ്തേക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ അറിയാം. എല്ലാവരും നോക്കുന്നവരാണ്. പിന്നെ ഇപ്പൊ ഇറങ്ങിക്കുന്ന സിനിമകളാണെങ്കിലും ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമാണ് പരിചയമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇപ്പൊ ചെറിയ ചെറിയ റോളുകൾ ചെയ്തവര് തന്നെയാണ്. ആ സിനിമ റീൽസ് ഒക്കെ ചെയ്ത് വന്നവരാണ്. ബ്രോയും അങ്ങനെ റീൽസ് ഒക്കെ ചെയ്തിട്ടാണോ അതോ? അല്ല, ഞാൻ ഡയറക്റ്റ് ഓഡീഷൻ ഞാൻ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബാൻ ചെയ്ത് എടുക്കാം. പിന്നെ അത് കുഴപ്പമില്ല, VPN ശരി. അപ്പൊ അഭിനയിക്കുന്ന ആഗ്രഹത്തിൽ തന്നെ വന്നാണ് ടിക്ടോക്ക് ചെയ്ത്? ഞാൻ ഒരു 4th പഠിക്കുമ്പോട്ടേ എനിക്ക് ഈ ആഗ്രഹം തന്നെയാണ്. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു എനിക്ക് അഭിനയം പഠിക്കാൻ പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയാ വിട്ടില്ല. അമ്മ പറഞ്ഞു നീ പൈസ ഉണ്ടാക്കി നീ തന്നെ നോക്കൂ പറഞ്ഞു. എന്നിട്ട് ആ ഒരു ആഗ്രഹം സാധിച്ചോ അതോ? അത് സിനിമയിൽ തന്നെ ഇപ്പൊ പോയി തുടങ്ങിയതിന് ശേഷം അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയി അവരിന്ന് പഠിച്ച് അങ്ങനെ പഠിച്ചോളൂ. കുറുപ്പിന്റെ ഓഡീഷനാണ് ആദ്യമായിട്ട് പോയത്? അല്ല, ഞാൻ തണ്ണീർമത്തന്റെ ഓഡീഷനാണ് ആദ്യം പോയത്. ഫസ്റ്റ് റിജക്ട് ആയി. അന്ന് കുറച്ച് വിഷമമായി, അതില് റിജക്ട് ആയിപ്പോ. അത് കഴിഞ്ഞ് പിന്നെ ശീലായി. പിന്നെ ഒരുപാട് ഓഡീഷൻസിന് പോയി. കുറെ പോയി. അങ്ങനെ കുറുപ്പിലെത്തിയപ്പോ പ്രസൂൺ എന്ന് പറഞ്ഞിട്ട് ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനാണ് എന്നെ ഓഡീഷൻ ചെയ്ത് പുള്ളി സെലക്ട് ചെയ്തു. ഇപ്പൊ പുള്ളിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അതില്. ഇപ്പൊ പുള്ളി അസോസിയേറ്റ് ഒക്കെ ആയി. ഇപ്പൊ സിനിമ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആയി ചെയ്യാൻ. ഇനിയിപ്പോ ഇത് അല്ലാതെ ഏതൊക്കെ സിനിമകളാണ്? ഇനി ഡിയർ സ്റ്റുഡൻസ് റിലീസ് ആവാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ചെയ്തായിരുന്നു. ഇടിയൻ ചന്തു ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ഏതൊക്കെയാണ് സിനിമകൾ വരാനുള്ളത്? ഇപ്പം ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നു, പൊങ്കാല എന്ന് പറഞ്ഞിട്ട്. ശ്രീനാഥ് ചേട്ടനാണ് മെയിൻ, ആൻഡ് ബിനു ചേട്ടനാണ് ഡയറക്ടർ. ഡയറക്ഷൻ അതിൻ്റെ
പൂജ ഇപ്പോൾ ഈ മാസം 12-നാണ്. സോ അവരുടെ ഷൂട്ട് എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യും. സോ അതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ സുകുമാരക്കുറുപ്പ് റിലീസിന് ഒരുങ്ങാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ചേട്ടാ എല്ലാവരും ഫിലിം കാണണം. ഇറ്റ്സ് ആക്ച്വലി ഒരു മിക്സ്ഡ് ബണ്ടിലുള്ളൊരു ഫിലിമാണ്. അങ്ങനെ കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. എന്റർടൈനറാണ്, ഫാമിലിനെ എന്റർടൈൻ ചെയ്യും. ഒരു പൊരിഞ്ഞ അടിയുണ്ട്, അടി എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഫൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ത്രില്ലർ ആണെങ്കിലും അത് നമുക്ക് അവസരം കിട്ടിയില്ല. ഋഷിനാണ് കിട്ടിയത്. അത് പുള്ളിക്കാരനൊരു സീക്വൻസ് അങ്ങനെ ഒരു സീനുണ്ട് ബ്രോ. സീരിയസ്ലി എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടുന്ന് മിക്സ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇതാണ് എന്നുള്ള, പിന്നെ മെയിൻലി നമുക്കൊരു ത്രില്ലർ എന്ന് പറയാം അല്ലേ. നമുക്ക് ഒരു ജേണെന്ന് പറയാൻ പറ്റില്ല, മൊത്തത്തിലെല്ലാം അല്ല മെയിൻ ഇപ്പൊ നമ്മള് മെയിൻ ഫോക്കസ് നോക്കണെങ്കിൽ ത്രില്ലർ എന്ന് പറയാം എൻഡ് പോയിന്റ് വരെ. പക്ഷെ ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കോമഡി ആണെന്ന് തോന്നുന്നു. ടിനിടോം ചേട്ടൻ ഇച്ചിരി സ്പേസേ ഉള്ളൂ, പക്ഷെ അത് നല്ല കിടിലുമായിട്ട് ടിനിടോം ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതിന് നമ്മുടെ ഇപ്പൊ പറഞ്ഞാൽ ഫുള്ള് കഥ പറഞ്ഞു. അതെ, എന്തായാലും വെയിറ്റ് ചെയ്യണം. നമുക്ക് ടീച്ചറാണെന്ന് തന്നെ ഒരു ഇത് തോന്നും, കാണണം എന്നുള്ളൊരു ഇതുണ്ട്. ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ചെറിയ പടമാണ്, അത്ര വലിയ പടമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും പോയി കാണണം. കുറെ ഇപ്പോ ARM എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓണത്തിന് ഒരുപാട് സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു ചെറിയ പടം കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പടം കാണണം. അല്ല, നമുക്ക് എല്ലാ സിനിമകളും വിജയിക്കണമല്ലോ, നമ്മളെ മാത്രം കാണാൻ അല്ലെങ്കിൽ ബിക്കോസ് ഇപ്പൊ നമ്മള് നമ്മൾ മൂവീസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാ കാണുന്ന ഓഡിയൻസ് യങ്സ്റ്റേഴ്സ് എവരിവൺ നമ്മളെ അക്സെപ്റ്റ് ചെയ്താലേ ഇപ്പം നിങ്ങൾ പോയി നമ്മളെ ഫിലിം വന്ന് കാണുമ്പോഴാണ് നമുക്കൊരു മേൽക്കേറ്റം ഉള്ളത്. അതെ അതെ, കാണുമ്പോൾ മാത്രമല്ല അഭിപ്രായവും പറയണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ചെറുതായിട്ട് നെഗറ്റീവ് മയത്തിൽ പറയാം. സോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കും ഒരു പുഷ് ഫോർവേഡ് ഉണ്ടാവും. അത് ഏതൊരു ഫീൽഡാണ്. അതെ അതെ. സോ അത് മാത്രമേ ഉള്ളൂ. ഫ്രം അവർ സൈഡ് റിക്വസ്റ്റ് എല്ലാവരും ഫിലിം കാണണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് us and thank you bro for giving us your time as well. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര വിജയമാവട്ടെ. ഓണത്തിന് ഒരുപാട് സിനിമ ഇറങ്ങുന്നെങ്കിലും നമ്മുടെ സിനിമയും ശ്രദ്ധിക്കപ്പെടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.